ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ സെയിൽ നടക്കുമ്പോൾ മിക്കപ്പോഴും ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഡിസ്കൗണ്ട് ഓഫറുകൾ നൽകാറുണ്ട്. ഈ തവണയും ദീപാവലി സെയിൽ നടക്കുമ്പോൾ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ആമസോൺ ഓഫർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കെല്ലാവർക്കും അറിയാം ICICI ബാങ്കിന് ഒത്തിരിയധികം ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. 2 ലക്ഷം വരെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാർഡാണ് ICICI ബാങ്കിൻ്റെ പ്ലാറ്റിനം ചിപ്പ് ക്രെഡിറ്റ് കാർഡ്. 5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് കോറൽ ക്രെഡിറ്റ് കാർഡും 10 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് റുബിക്സ് ക്രെഡിറ്റ് കാർഡുമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 10 ലക്ഷത്തിന് മുകളിലേക്ക് വരുമാനമുള്ളവർക്ക് സഫീറോ ക്രെഡിറ്റ് കാർഡ്, എമറാൾഡ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ക്രെഡിറ്റ് കാർഡുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോറും മറ്റ് പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളൊക്കെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത കാർഡ് അല്ലെങ്കിൽ എനിക്ക് എലിജിബിലിറ്റി കാണിച്ച കാർഡ് ICICI ബാങ്കിൻ്റെ റുബിക്സ് ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ അതുകൊണ്ട് തന്നെ റുബിക്സ് ക്രെഡിറ്റ് കാർഡിൻ്റെ റുപ്പേ വേരിയൻ്റ് ആണ് ചൂസ് ചെയ്തത്. റുബിക്സ് ക്രെഡിറ്റ് കാർഡ് ICICI ബാങ്കിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു കാർഡാണ്. ബുക്ക് മൈ ഷോ, അയണക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 25% ഡിസ്കൗണ്ട് അപ് ടു 150 നമുക്ക് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസും ഗോൾഫ് റൗണ്ട് ആക്സസും ഈ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേവിയറും ഈ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആനുവൽ ഫീസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ആനുവൽ ഫീ 3000 രൂപയാണ് വരുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 2000 രൂപ പ്ലസ് GST ആണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസായിട്ട് വരുന്നത്. എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ലഭിച്ചത്. പക്ഷേ 3000 രൂപ കൊടുത്ത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്താൽ 5000 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ് വോച്ചേഴ്സ് ICICI ബാങ്ക് നൽകുന്നുണ്ട്. അതിൽ ടാറ്റ ക്ലിക്ക്, ഈസ്മൈ ട്രിപ്പ്, ഊബർ, ടാറ്റ ക്രോമ തുടങ്ങിയ ബ്രാൻഡുകളുടെ വെൽക്കം വൗച്ചേഴ്സാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒപ്പം നമുക്ക് വെൽക്കം ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 750 എബോവ് സിബിൽ സ്കോറും ഒരു 20,000 എബോവ് മന്ത്ലി ഇൻകമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ICICI ബാങ്കിൻ്റെ പ്ലാറ്റിനം അല്ലെങ്കിൽ കോറൽ ക്രെഡിറ്റ് കാർഡ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ എങ്ങനെയാണ് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത പ്രൊസീജിയറാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും സിബിൽ സ്കോറൊക്കെ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ചില ഡിഫറൻസ് ഒക്കെ വന്നേക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആധാർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP കൂടെ വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. സാലറീഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, ബിസിനസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സാലറീഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ നെയിം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ മെയിൽ IDയും അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. ആ ഓഫീസ് ഇമെയിൽ IDയിലേക്ക് അവരൊരു OTP സെൻഡ് ചെയ്യുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ICICI ബാങ്കിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. 2 ഓപ്ഷനാണ് നിലവിലുള്ളത്. ഒന്ന് അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്നൊരു ഓപ്ഷനാണ്. ഏകദേശം 10-20ഓളം ബാങ്കുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറി അക്കൗണ്ടിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ICICI ബാങ്കിന് അനലൈസ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാണ് സാലറി സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നത്. ഞാനിവിടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നില്ല. പകരം ലോഗിൻ ടു യുവർ സാലറി അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ ടു യുവർ സാലറി അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ടൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ആ പേജിൽ നമ്മുടെ ബാങ്കിൻ്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽ, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ സാലറി അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്കിൻ്റെ എൻ്റെ നിന്ന് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ICICI ബാങ്ക് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയമെടുക്കും. എൻ്റെ കേസിൽ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് സമയമെടുത്തു നമ്മുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ICICI ബാങ്ക് എൻ്റെ സാലറി അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അനാലിസിസിന് ശേഷം എനിക്ക് എലിജിബിലിറ്റി ഉള്ള കാർഡുകളുടെ ലിസ്റ്റ് അടങ്ങിയ ഒരു പേജാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ ICICI ബാങ്കിൻ്റെ സഫയർ ക്രെഡിറ്റ് കാർഡ്, റുബിക്സ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ മേക്ക് മൈ ട്രിപ്പ് ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ 3-4 ക്രെഡിറ്റ് കാർഡിന് എലിജിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സഫയർ ക്രെഡിറ്റ് കാർഡിന് എനിക്ക് ജോയിനിങ് ഫ്രീ നില്ലാണ്, പക്ഷേ ആനുവൽ ഫീ 3500 രൂപ പ്ലസ് GST കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന കാർഡാണ്. പക്ഷേ റുബിക്സ് കാർഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുവൽ ഫീയും ജോയിനിങ് ഫീയും നില്ലാണ് കാണിക്കുന്നത്. അതായത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് റുബിക്സ് കാർഡ് ബാങ്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ റുബിക്സ് കാർഡിൻ്റെ തന്നെ റുപ്പേ വേരിയൻറ്റിനും എലിജിബിലിറ്റി കാണിക്കുന്നുണ്ട്. മാസ്റ്റർ കാർഡും വിസ കാർഡും പോലെ തന്നെ റുപ്പേ വേരിയൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ UPIയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി റുപ്പേ വേരിയൻറ്റ് സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റുബിക്സ് കാർഡിൻ്റെ റുപ്പേ വേരിയൻറ്റ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ICICI ബാങ്കിൻ്റെ റുബിക്സ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള കാർഡുകൾ ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്ലേസ്, അതുപോലെ തന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, മദർ നെയിം, ഫാദർ നെയിം, റെസിഡൻസ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയി ടൈപ്പ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്, അതും എൻ്റർ ചെയ്ത് നൽകുക. അടുത്തായിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഫീസിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡെസിഗ്നേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി നൽകുക. അതിൻ്റെ താഴെ കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ yes or no ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ആൻസർ നൽകുക. തുടർന്ന് നമ്മൾ മുകളിൽ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ മെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ കൺസേൺ ബോക്സ് ചെക്ക് ഇട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. വീഡിയോ KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീഡിയോ KYC വളരെ സിമ്പിളാണ്. ബാങ്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വീഡിയോ കോളിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുകയും നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ അവരൊന്നും കൂടെ ചോദിച്ച് ഡബിൾ കൺഫേം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ KYCയുടെ സമയത്ത് നമ്മൾ പാൻ കാർഡിൻ്റെ ഒറിജിനലും ഒരു വൈറ്റ് പേപ്പറും പേനയും കയ്യിൽ കരുതണം. നമ്മൾ ലൈവായിട്ട് അവർ പറയുന്ന സമയത്ത് ആ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ് അവർ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ KYC ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അപ്രൂവ് ആക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. റിവ്യൂ പ്രോസസ്സൊക്കെ വളരെ ഫാസ്റ്റാണ് ബാങ്കിൻ്റെ എൻഡിൽ നിന്നുള്ളത്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. എനിക്കൊരു വീക്കിനുള്ളിൽ തന്നെ റുബിക്സ് കാർഡ് പോസ്റ്റ് വഴി ലഭിച്ചു. ഇതാണ് എനിക്ക് ലഭിച്ച ക്രെഡിറ്റ് കാർഡ്. എനിക്ക് ലഭിച്ച ലിമിറ്റ് 1,30,000 ആണ്. അതിൽ ക്യാഷ് ലിമിറ്റ് 13,000 ആണ്. ഇതാണ് ക്രെഡിറ്റ് കാർഡ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കാർഡാണ് റുബിക്സ് ക്രെഡിറ്റ് കാർഡ്. ICICI ബാങ്കിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. റുപ്പേ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് UPIയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. UPI പേയ്മെൻറ്റൊക്കെ ഈ കാർഡ് ഉപയോഗിച്ച് നടത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് റുപ്പേ കാർഡിൻ്റെ എലിജിബിലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ റുപ്പേ കാർഡ് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം ഡീസൻ്റ് ആണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 740 എബോവ് സിബിൽ സ്കോറും ഒരു 20,000 എബോവ് സാലറിയും ഉണ്ടെങ്കിൽ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ ഫാമിലിയിലേക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.